രാജാവിന് ഹൃദയസ്തംഭനമുണ്ടായി. ഉടൻ തന്നെ നല്ലൊരു ഹൃദയം വച്ചുപിടിപ്പിക്കണമെന്ന് കൊട്ടാരം വൈദ്യൻ പറഞ്ഞു. ഇതറിഞ്ഞ് പ്രധാനമന്ത്രി ജനങ്ങളെ മുഴുവൻ അറിയിച്ചു, രാജാവിന് ഉടൻ തന്നെ ഒരു നല്ല ഹൃദയം വേണം. ജനങ്ങളെല്ലാവരും രാജകൊട്ടാരത്തിന് മുമ്പിൽ തടിച്ചുകൂടി എൻ്റെ ഹൃദയം എടുത്തുകൊള്ളൂ, എൻ്റെ ഹൃദയം എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഒച്ചയെടുക്കുകയാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രിക്ക് ഒരു ശങ്ക, ഇത് ആരുടെ ഹൃദയം തിരഞ്ഞെടുക്കും? എല്ലാവരും പറയുന്നുണ്ടല്ലോ തങ്ങളുടെ ഹൃദയം എടുത്തുകൊള്ളൂ എന്ന്. ഇതിനൊരു ഉപായം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു. അദ്ദേഹം ഒരു തൂവലെടുത്ത് ജനക്കൂട്ടത്തിൻ്റെ നേരെ ഇട്ടതിന് ശേഷം പറഞ്ഞു, ഈ തൂവല് ആരുടെ ദേഹത്ത് പതിക്കുന്നുവോ അവരുടെ ഹൃദയം അല്ലെങ്കിൽ അയാളുടെ ഹൃദയം നമുക്ക് എടുക്കാം. പിന്നീട് കണ്ടത് വളരെ രസകരമായൊരു കാര്യമാണ്. തൂവൽ അടുത്തു വരും തോറും ഓരോരുത്തരും അത് ഊതിപ്പറപ്പിക്കാൻ തുടങ്ങി. ഈ ഊതിപ്പറപ്പിക്കുന്നതിനിടയിൽ അവർ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഹൃദയം എടുത്തുകൊള്ളൂ, എൻ്റെ ഹൃദയം എടുത്തുകൊള്ളൂ. പ്രിയമുള്ളവരെ, വ്യർത്ഥമായ ഭാഷണം നടത്താതെ ആത്മാർത്ഥതയോടുകൂടെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ജീവിതത്തിൽ മറ്റുള്ളവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.